വെൽക്കം ബാക്ക് ട്രാവൻകൂർ സിനിമാസ്. ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഗതിയ ഇപ്പോൾ OTT പ്ലാറ്റ്ഫോം വഴി ഇപ്പോൾ നമുക്ക് മുമ്പിൽ എത്തിയിട്ടുണ്ട്. തിയേറ്ററിലൊക്കെ അമ്പാടെ പരാജയപ്പെട്ടു പോയ ഒരു സിനിമയാണ്. അപ്പോഴാണ് ഈ ഒരു സിനിമ OTT പ്ലാറ്റ്ഫോമിൽ വന്നത്. അപ്പോഴാണ് ഈ ഒരു ചിത്രം കാണാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയത്. ഈ ഒരു സിനിമയെ സംബന്ധിച്ച എൻ്റെ ഒരു ഒപ്പീനിയൻ ഇവിടെ പറയുകയാണ്. ചിത്രം ഒരു ഹൊറർ മെന്റാലിറ്റിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാന്റസി മൂവി എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷെ അത്യാവശ്യമായിട്ട് കോമഡി കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയിൽ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തികച്ചും ഒരു കല്ലുകടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നല്ല രീതിയിൽ രസിച്ച് വരാനുള്ള സംഭവങ്ങൾ ഡയറക്ടർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു. പക്ഷെ അത് അമ്പാടെ പാളിപ്പോയി എന്ന് തന്നെ പറയണം. ഇതൊരു വെറൈറ്റി കഥ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇതേ കണക്കുള്ള ഒരു വലിയ ഒരു പടുകൂറ്റൻ ബംഗ്ലാവിലുള്ള ഹൊറർ ടൈപ്പ് മൂവീസുകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അത്രയും പുതുമയും കാര്യങ്ങളും ഒന്നും തോന്നിയിട്ടില്ല. ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയിരിക്കുന്നത് ജീവയാണ്. ജീവ, അതുപോലെ തന്നെ അർജുൻ ഷാർജ, ഇവരൊക്കെ ഈ ഒരു സിനിമയിലുണ്ട്. നല്ല രീതിയിൽ തന്നെ അവരുടെ വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അർജുനും നല്ലൊരു ക്യാരക്ടറാണ്. അദ്ദേഹം ഒരു മരുത്വ വൈദ്യന്റെ ഒരു വേഷത്തിലാണ് ഈ ഒരു സിനിമയിൽ എത്തുന്നത്. കഥ എന്ന് പറയുമ്പോഴും ഈ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് മരുന്നുകൾ കാര്യങ്ങളുമായിട്ടൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു സിനിമ തന്നെയാണ്. പിന്നെ നമ്മളെ പേടിപ്പിക്കാൻ നോക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു സിനിമയിലുണ്ട്. ഇത് പേടിപ്പിക്കാൻ ഇവർ നോക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. കാരണം അത്രയ്ക്കൊക്കെ ഉള്ളൂ ഈ ഒരു സിനിമയുടെ വിഷ്വലും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും ഒക്കെ. ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിരിക്കുന്നത് യുവൻ ശങ്കർ രാജയാണ്. അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഇറങ്ങിയത് വെച്ച് ഏറ്റവും വളരെ മോശമായിട്ടുള്ള ഒരു മ്യൂസിക്കാണ് എന്നാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഈ ഒരു ചിത്രം നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഒരു പ്രാവശ്യം ഈ ഒരു സിനിമ കാണുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒരു പ്രാവശ്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ തന്നെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.